والمدينة سارت بنا. വിചാരിച്ച പോലെ ആവുന്നില്ല, എല്ലാം അവൻ വിചാരിക്കണം. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പറയേണ്ടത് ഇൻഷാ അല്ലാഹ് മാത്രമാണ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇല്ലാ അയ്യശ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലു ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂട്ടാതെ ഒരു ബായി നിങ്ങൾ തുറക്കാൻ കഴിയാ, ഒരു വിഷയം നിങ്ങൾ പറയാൻ കഴിയാ. ഇൻഷാ അല്ലാഹ് പറയണോ? ഏതൊരു വിഷയത്തിനും ഇൻഷാ അല്ലാഹ് പറയണോ? അല്ല ഉസ്താദ് ഇൻഷാ അല്ലാഹ് ചെല്ലിങ്ങ അത് 6 മാസം എന്നല്ലേ എന്റെ കണക്ക്? ആര് ചെല്ലുന്നില്ല 6 മാസം? അല്ല നീ മേങ്ങിയ പൈസ എപ്പോ തരും? ഇൻഷാ അല്ലാഹ് തരാം. ഇൻഷാ അല്ലാഹ് ചെല്ലണ്ടേ? ഇൻഷാ അല്ലാഹ് ചെല്ലിങ്ങ 6 മാസം ടൈം ഉണ്ട്. അതിന്റെ ആര്യല്ലേന്ന് ഇവിടെ കിതാബൊന്നും ഞങ്ങളുടെ 6 മാസം അല്ലിട്ട് അതിന് 6 - ഡിഗ്രി പോലും സമയമില്ല. ചിലപ്പോ 6 കൊല്ലവും കാക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ്ന്റെ അർത്ഥം അങ്ങനെയാണ്. അവൻ വിചാരിക്കണം. അല്ലാണ്ട് 6 മാസം 12 മാസം നില്ല ആര്യ അമ്മായി മസാലയിൽ തന്നെ ഓന്റെ പകല് എന്തെല്ലാം 10 നിമിഷവും. ഞാൻ വരുമ്പോ ഞാൻ കയ്യാൻ വിളിച്ചിട്ടേക്കുന്നു, ഉസ്താദെ ഈ പല്ലിനെ തച്ചിട്ട് കൊന്നിട്ടും അതേ കയ്യിൽ ചോറ് വയ്ക്കണല്ല എന്താവും? ഞാൻ ചെല്ലി എന്തോ ആവല, പല്ല് ചാവുന്നു മുന്നേ നീയും ചാവും. ഉറപ്പല്ലേ? അല്ല കൂലി ഉണ്ട് ചെന്ന് ചങ്ങയ, അത് അതേ കയ്യിൽ ചോറ് വയ്ച്ചതിന് കൂലിയല്ലേ. പല്ലിനെ കൊല്ലുക എന്നത് ഇസ്ലാം അനുവദിച്ചതാണ്. അതൊരു ക്ഷുദ്ര ജീവിയാണ്, ഒരു ഉപദ്രവകാരി ജീവിയാണ്, വിഷജന്തുവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പണ്ട് നമ്രൂദ് തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാകുമ്പോൾ അന്നുള്ള മനുഷ്യന്മാർ പലതും കൊണ്ടുപോയിട്ട് തീയിലേക്ക് ഇട്ടാല നേർച്ചാക്കിനാല. കാരണം എന്താ? അവരെ കാഴ്ചപ്പാടിൽ ഇബ്രാഹിം വലിയ തെറ്റുകാരനാണ്. ഏത് ഇബ്രാഹിം? മുഹമ്മദിന്റെ മോവല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അവരെ കാഴ്ചപ്പാടില്, ആ മുശ്രിക്കീങ്ങളെ കാഴ്ചപ്പിന്നെ കാഫിരീങ്ങളെ കാഴ്ചപ്പാടില് മഹത്തമ്മാടിയാണ്, ദൈവനിഷേധിയാണ്, ദൈവധിക്കാരിയാണ്. അങ്ങനെ അല്ല സത്യത്തില്. പക്ഷെ അവരെ വിചാരം അങ്ങനല്ലേ. അതുകൊണ്ട് ആ ഇബ്രാഹിമിനെ എങ്ങനെങ്കിലും കൊല്ലണോ എന്ന് പറഞ്ഞിട്ട് ഓരെന്താക്കി? നമ്രൂദിന്റെ നേതൃത്വത്തിൽ തീകുണ്ടാരം കത്തിച്ചു, വലിയൊരു പാടത്ത് പറമ്പത്ത്. എന്നിട്ട് അതിന് കുറെ മനുഷ്യന്മാർ കുറെ നേർച്ചാക്കി. പെട്രോൾ എൻ്റെ പകൽ 5 ലിറ്റർ ഇരിക്കട്ടെ, നിന്റെ പകല് എൻ്റെ പകല് 5 ലിറ്റർ മണ്ണെണ്ണ ചിമനെണ്ണ, നിന്റെ പകല് എൻ്റെ പകല് ഒരു 6 കെട്ട് പിന്നെ വിറക് കത്തിക്കാൻ അതിന് യാറ നല്ല ചൂടാക്കാൻ ഓരോന്നവർ വേണ്ടി പോലെ നിറച്ചാക്കി. എൻ്റെ പകല് 3 ലിറ്റർ നെയ്യ് ബീത്താൻ ഞങ്ങളും കത്തണോ, ദഗന്ന് കത്തണോ. അങ്ങനെ നേർച്ചാക്കിയ കൂട്ടത്തിൽ ഈ പല്ലില്ലേ, പല്ലി ബായിലുള്ള വല്ലിയല്ല, മതിലുള്ള വല്ലി കുടില്ലല്ലേ, ആ പല്ലും നേർച്ചാക്കിയാലോ. എന്തറിഞ്ഞാ ഏതായാലും ഇബ്രാഹിം നബിനെ കൊല്ലുന്നതല്ലേ, ആ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുക്കിയ തീകുണ്ടാരത്തിലേക്ക് എൻ്റെ പകലും ഒരു സംഭാവന 200 നിറഞ്ഞിട്ട് അവിടെ പോയിട്ട് നിന്നിട്ട് നന്നരത്തൊക്കെ പോകാനായിട്ടില്ല. കാരണം അരത്തൊക്കെ പോകുന്ന പോയിട്ട് അതിൻ്റെ മേലെ പാറുന്ന പക്ഷികൾ വരെ കരിഞ്ഞിട്ട് പോകുന്നുണ്ടായിനോലോ. അത്ര കണ്ട് ദഗദഗാന്ന് കത്തുന്ന തീയാണ്. ആ തീൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് അതിന് ബായിനത്ര അടുത്ത് നിന്നിട്ട് ആ പല്ല് പോയിട്ട് പറഞ്ഞാൽ എൻ്റെ പകല് 200 ഇബ്രാഹിമിനെ കത്തിക്കുന്നതല്ലേ, ആ തീക്ക് എൻ്റെ പകല് 200 ഒരു സംഭാവന എന്ന് പറഞ്ഞിട്ട് ആ പല്ലും കൊടുത്ത ഒരു സംഭാവന. എന്തറിഞ്ഞ പല്ല് കൊടുത്തനെ? പല്ല് തീൻ്റെ അവിടെ പോയിട്ട് നിന്നിട്ട് ഊതി കൊടുത്തോലോ, അതാണ് പല്ലിന്റെ ഊത്ത്. മോന്തി നേരത്തെ കേൾക്കുന്നില്ല പല്ല്? നിങ്ങക്ക് പൊരയില്ല അല്ല പല്ലില്ലേ? അതന്നെ കേൾക്കില്ലേ? നിങ്ങൾ തല ലാറ്റിക്കോളി. നിങ്ങൾ ഇങ്ങനെ ഊതിയ പുക പോലെ ബണ്ണ വെച്ചിട്ട് നിങ്ങൾ എന്റെ കൂടെ വരി. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. ആ പല്ലിന്റെ ചെലക്കൾ അതാണ് മുസ്തഫായ റസൂലുള്ളാഹ്. ഈ പറഞ്ഞത് ഡിങ്കന്റെ കഥയല്ല, കാൽപ്പനിക കഥയല്ല, സാങ്കല്പിക കഥയല്ല. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കിതാബിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പല്ലിനെ കൊല്ലണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമതൊരു ഉപദ്രവകാരി ജീവിയാണ്, വിഷജന്തുവാണ്. ഏതോ ആകട്ടെ ബിൽച്ചാളി എന്നോട് ചോദിച്ചത്, ഉസ്താദെ അതിനെ കൊന്നിട്ട് അതേ കയ്യിൽ വയ്ക്കാണാല എന്താവും? എന്തോ ആവല, പല്ല് ചാവുന്നു പിന്നെ നീ ചാവും, വേറെന്താന്ന്? സത്യത്തില് പല്ലിനെ കൊല്ലണോ? അത് കൈ കൊണ്ട് തന്നെ കൊന്നെങ്കിൽ ഏറെ കൂലി. ഇനി ബടി കൊണ്ട് കൊന്നങ്ങും ആവും, മോശമൊന്നുമില്ല. അപ്പോ പറഞ്ഞു വന്നത് ഈ അമ്മായി മസാല കുറെ ഓവറായിട്ട് പഠിക്കാൻ കഴിയ, ദീന് നന്നായിട്ട് പഠിക്കണം, അമ്മായി മസാല പഠിക്കാൻ കഴിയ. അപ്പൊ ഈ പല്ലിനെ കൊന്നെങ്കിൽ കൈ കഴുകിയിട്ടേ ചോറ് വയ്ക്കണം. കയ്യിൽ കൊന്നെന്ന് കണ്ടെങ്കിൽ കൈ കഴുകിയിട്ടേ ചോറ് ബെയ്ക്കണമെന്നുണ്ടെങ്കിൽ കൈ കഴുകിയിട്ടേ ബെയ്ക്കണം. കാരണം ഒന്നാമത് നജസാണ്, രണ്ടാമത് വിഷമാണ്. പിന്നെ അതേ കയ്യിൽ കൊന്നിട്ട് അതേ കയ്യിൽ ബെയ്ക്കണം, നിന്റെ ആര് ചെല്ലിയേ? അങ്ങനെ ഒരു മസാല ഇല്ല.
കയ്യിൽ കൊല്ലണോ? ഏറെ കൂലിയുണ്ട്. ബടിയിൽ തച്ചിട്ട് കൊല്ലുന്നതിനെക്കാട്ടി ഏറെ കൈ കൊണ്ട് തച്ച് കൊല്ലുന്ന എനിക്ക് തന്നെയാണ്. അങ്ങനല്ലോ സാർ. എന്താ അപ്പുറപ്പുറമുണ്ടോ? നാളെ ഉസ്താദ്മാർ എന്നെ ശരിയായിക്കോളും. നിങ്ങൾ ക്ലിപ്പാക്കിയിട്ട് ഉൾപ്പാക്കിയില്ല. ഓരോ നാളെ ശരിയാക്കും. നമുക്ക് അത്ര അറിയോ? അത്ര ആരറിയാല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ അമ്മായി മസാല നമുക്ക് ഭയങ്കര ജോറായി. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ചെല്ലുക 6 മാസം ടൈം ഉണ്ടല്ലോ. ഒക്കെ ആര് ചെല്ലുന്നില്ല. പിന്നെ 6 അല്ല 12 മാസം സമയമാണെങ്കിലും വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലു ദാലിക ഗദൻ ഇല്ലാ യശാ അല്ലാഹ്. പൊന്നാര നബിയേ, ഇൻഷാ അല്ലാഹ് കൂട്ടാതെ ഒരു കാര്യം ചെല്ലണ്ട നബിയേ. അതില് ബർക്കത്തില്ല നബിയേ, അത് പൂർത്തിയാവേല നബിയേ. ബുഖാരിന്റെ ഹദീസാണ്. പേജ് നമ്പർ പറയുന്നില്ല. ഇനി ബഹിമിസ്റ്റിക്കിലെങ്ങാനും നമ്പർ അപ്പുറപ്പുറം പോയെങ്കിൽ അപ്പുറപ്പുറായെങ്കിൽ നാളെ വരും ക്ലിപ്പ് പൊട്ടാ കുട്ടാ ചൊല്ലിയിട്ട്. സംഗതി ബുഖാരി തന്നെ, അതിലൊന്നും ഡൗട്ടില്ല. എനിക്ക് പേജ് പറയും, അതീതിന്റെ നമ്പറും ഓർമ്മയുണ്ട്. എന്നൊന്നും ചെന്നില്ല. എന്നിന് പണി മനുഷ്യന്മാർക്ക് ഞാൻ ഒരു പാപത്തിന്റെ തെറ്റിന്റെ ഒരു കുറ്റം ഉണ്ടായിക്കോളെ. നമ്മളെ കൊണ്ട് മനുഷ്യന്മാരെ പിത്തനാക്കിയിട്ട് അയാളെ പാപങ്ങൾ പോകുന്നു. എനിക്ക് നഷ്ടമൊന്നുമില്ല അതില്. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞെങ്കിൽ നിങ്ങൾക്കെന്തും നഷ്ടമില്ല, നിങ്ങൾക്ക് ലാഭം. നിങ്ങൾ വിചാരിക്കേണ്ടി അങ്ങനെ അറിഞ്ഞാവോ. പിന്നെയും പറയട്ടെ, എൻ്റെ എല്ലാ നന്മകളും നിങ്ങളെ അക്കൗണ്ടിലേക്ക് ചാൻസ് അല്ലേ, ഓസി കിട്ടുന്നല്ലേ. പിന്നെ അവന്റെ പാപങ്ങൾ കൂടുന്നു, അതൊരു ബേജാറാണ്. അവന്റെ പാപങ്ങൾ കൂടുന്നു, അതൊരു ബേജാറാണ്. അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഒരു പണി കൊടുക്കണ്ട. ഏതായ ഇങ്ങോട്ട് ബുഖാരിന്റെ ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലോകം മടക്കി ഭരിച്ച മഹാനായ ചക്രവർത്തിയാണ്, അള്ളാന്റെ മഹാനായ പ്രവാചകനാണ്, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ. പടച്ചറബിന്റെ വിധിയല്ലാതെ അവന്റെ ഉദ്ദേശ നിർദ്ദേശങ്ങളല്ലാതെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല. അപ്പൊ നമ്മളെപ്പോഴും ഏതൊരു കാര്യത്തിലും ഇൻഷാ അല്ലാഹ് എന്നല്ലാതെ പറയാൻ പാടില്ല. ഞാൻ ചെയ്യാം, ഞാൻ കൊടുക്കാം, ഞാൻ വരാം, ഞാൻ പറയാം, ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് ചേർക്കാതെ പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മുസ്തഫായ റസൂലുള്ളാഹി ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ, സ്വർഗത്തിന്റെ തോപ്പിൽ ഇരുന്നോളൂ. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് അല്ലാഹുവിന്റെ കൽപ്പന, നബിയേ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ യശാ അല്ലാഹ്. ഹബീബായ നബിയേ, ഇൻഷാ അല്ലാഹ് കൂട്ടാതെ നാളെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം പറയാമെന്ന് നിങ്ങൾ പറയരുത് നബിയേ. ഇൻഷാ അല്ലാഹ് കൂട്ടണേ നബിയേ. ഇൻഷാ അല്ലാഹ് ചേർക്കാതെ ഒരു കാര്യം പറഞ്ഞു പോയാൽ, മിണ്ടിപ്പോയാൽ, ഏറ്റെടുത്തു പോയാൽ അവിടെ ആ കാര്യത്തിൽ പിന്നെ ബർക്കത്ത് കുറയും കേട്ടോ, സംശയമില്ല. ബുഖാരിന്റെ ഹദീസാണ്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ലോകം അടക്കി ഭരിച്ച വലിയ മഹാനാണ്, ചക്രവർത്തിയാണ്, പ്രവാചകനാണ്, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. നല്ല പോലെ കേട്ടോ, നബിയുല്ലാഹി സുലൈമാൻ. സലാത്തില്ലേ? നബിയുല്ലാഹി സുലൈമാൻ ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിയാണ്, അള്ളാന്റെ നബിയാണ്. ആ നബി അതാ ഒരവസരം പറഞ്ഞു അത്ര, മഹാനരിക്ക് 40 ഭാര്യമാരാണ്. ബുഖാരിന്റെ ഹദീസാണ്, സ്വഹിയായ ഹദീസാണ്, ഇത് കള്ളല്ല. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 1 ഭാര്യമാർ, 40ഓളം. 40ഓളം കെട്ടാമാ. അന്നത്തെ ശരീഅത്ത് അങ്ങനെയാണ്, ഇന്നത്തെ പോലെയല്ല. നമുക്ക് പരമാവധി 4ഓളം കെട്ടിട്ട് തന്നെ വേണമെന്നില്ല. 1 കെട്ടിട്ട് തന്നെ ഓന്റെ തരിമുക്ക് പൊട്ടീനിട. ഇനി 4 കെട്ടിയൊക്കെ എന്താവും? ആന്ന് പോന്ന് നായിന്ന് കണ്ടെങ്കിൽ 4ഓളം പോവാം, അതിന്റെ അപ്പുറം പോവാൻ കഴിയ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 11ഓളം ഭാര്യമാർ. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമുള്ള നിയമമാണ്. പൂർവ്വകാലത്തുള്ള നബിമാരുടെ പല നിയമങ്ങളും അങ്ങനെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തില് ആങ്ങളയുടെ ബാപ്പന് ആങ്ങളയുടെ ഭാര്യ പെങ്ങളായിരുന്നു, പെങ്ങളുടെ ഭർത്താവ് ആങ്ങളയായിരുന്നു. അതന്ന് പക്ഷേ നമുക്ക് പറ്റല. എന്നാൽ ഈ 1 ഭാര്യമാർ എന്നുള്ള ഒരു ഏർപ്പാട്
അത് ഇസ്ലാമിലെ മാത്രമല്ല, എല്ലാ മതത്തിലുമുണ്ട്, മതനേതാക്കൾക്കുണ്ട്, അതിൻ്റെ ആത്മീയാചാര്യന്മാർക്കുണ്ട്. ബഹുഭാര്യത്വം എന്നത് ഇസ്ലാമിൻ്റെ മാത്രം ഒരു വീക്ഷണയല്ല. അത് കണ്ട പോലെ പോയെടുത്തെല്ലാം കെട്ടിക്കൊണ്ടുപോകുന്ന ഇസ്ലാം പറഞ്ഞിട്ടുമില്ല. ശ്രീരാമന് ശ്രീകൃഷ്ണന് ഭഗവാൻ ശ്രീകൃഷ്ണന് സുബ്ഹാനല്ലാഹ് 1000-ലേറെ ഭാര്യമാരാണ്. പുരാണങ്ങൾ വായിച്ചാൽ മനസ്സിലാവുമല്ല. എന്തിന് പുരാണങ്ങൾക്ക് പോകണം? തമിഴ്നാട് ഭരിച്ചിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ്റെ ബാപ്പയായിരുന്ന DMK-യുടെ നേതാവായിരുന്ന M. കരുണാനിധി, അയാൾക്ക് 1-ലേറെ ഭാര്യമാരുണ്ടായിരുന്നു. 2. സ്റ്റാലിൻ്റെ ഉമ്മ ഒന്ന് വേറെ, കന്നിമോളിൻ്റെ ഉമ്മ ഒന്ന് വേറെ. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MT രാമറാവു, അയാൾക്ക് 1-ലേറെ ഭാര്യമാരാണ്. പിന്നെ ഞങ്ങൾ മാത്രം 1-ലേറെ കെട്ടിയിട്ടാമെന്നിന് നിങ്ങൾ ചാനലിൽ തുള്ളുന്ന ഞങ്ങൾ കെട്ടിയിട്ടില്ല. അല്ല, ഓർക്കെല്ലാം ചെല്ലനുള്ള ഇസ്ലാമിന ബഹുഭാര്യത്വ, ഇസ്ലാമിന ഹിജാബു, ഇസ്ലാമിന ബക്രീദ്, ഇതാണ് എല്ലാവർക്കും ചർച്ച. അല്ലാതെ വേറൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഈ ബഹുഭാര്യത്വം എന്നത് അങ്ങനെ കുട്ടികളിയല്ല. ഹിന്ദി ഫിലിം ആക്ടറായിരുന്ന രാജ് ബബ്ബർ അറിയപ്പെട്ട ആക്ടറാണ്, നല്ല കലാകാരനാണ്, ഹിന്ദിയിലെ ഫേമസ് ആളാണ്. അയാൾ ഇപ്പൊ മരിച്ചുപോയിന്, നിങ്ങൾ റളിയല്ലാഹു അൻഹു ചൊല്ലണ്ട. രാജ് ബബ്ബർ, അയാൾക്കും 3ഓളം ഭാര്യമാരാണ്. 1-ലേറെ യാതൊരു ഡൗട്ടും ഇല്ല. ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയായി പറയുന്നുള്ള ഇത് പണ്ണിയും പിന്നെ വ്യാജശുദ്ധിയൊന്നും പറയുന്നതല്ല. നാളെ നമുക്ക് ആയുസ് ബാക്കിയാകുമോ എന്നറിയില്ല. അള്ളാന്റെ സ്വർഗത്തിന്റെ തൊപ്പിലാണ് നിങ്ങൾ, കേവലം ഒരു മൈതാനിയിലല്ല. ഈ പരിപാടി ഒരു അമലാണ്, ഈ പരിപാടി ഒരു ഇബാദത്താണ്. പക്ഷേ ഈ ചെയ്യുന്ന ഇബാദത്തിനേക്കാളേറെ, ഈ കാണുന്ന അമലിനേക്കാളേറെ അള്ളാഹ്ക്ക് ഇഷ്ടമെന്തറിയാ? ഇതിനോട് കാണിക്കുന്ന അദബാണ്, ബഹുമാനമാണ്. കുറെ അമല് വേണ്ട, കുറെ ഇബാദത്ത് വേണ്ട, അതിലേറെ വേണ്ടത് അദബാണ്, ബഹുമാനമാണ്, റെസ്പെക്റ്റാണ്, മര്യാദയാണ്. ഉമ്മ ബാപ്പയോട്, പള്ളികളോട്, ദീനിന്റെ ആലിമീങ്ങളോട്, തങ്ങന്മാരോട്, ഇതുപോലെയുള്ള മജ്ലിസുകളോട് നല്ല ബഹുമാനം വേണോ? അത് ഈമാനിന്റെ കാതലാണ്. ചില മനുഷ്യന്മാർ വിചാരിച്ചെന്തറിഞ്ഞ കുറെ നിസ്കരിക്കണം, അട്ടി കുറെ പേജ് ഖുർആൻ ഓതണോ? കുറെ ഓതണ്ട, കുറച്ച് ഓതിയാ മതി. പക്ഷെ അതിനോട് ബഹുമാനം നല്ലോണം വേണം. ബഹുമാനം എന്നതാണ് വലുത്. നമുക്കിന്നിപ്പോ എല്ലാവരും കുട്ടികളിയായിട്ട് മാറി. ചില മനുഷ്യന്മാരിന്റെ ടേസ്റ്റ് നോക്കും പോവും, ചില മനുഷ്യന്മാർ കമന്റ് അടിക്കും പോവും, ചില മനുഷ്യന്മാർ ഇപ്പൊ പോയിട്ടില്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ മൊബൈൽ എടുത്തിട്ട് പോകും. ഹലോ പേര് കേൾക്കുന്നില്ല കേൾക്കും, ഈ കുന്തത്തിന് വന്നിട്ടേ ഇല്ല, അതും പോകാൻ വേണ്ടി അവന്റെ കണിയത്. നമ്മൾ കാണുന്നതാണ് സാധാരണ. പക്ഷെ അങ്ങനല്ല വേണ്ടത്. ഇതിനോട് വലിയ ബഹുമാനം പാഠം. ഈ ഒരു പണിയില്ല, 1 മണിക്കൂറിന്റെ ഈ ഇരുത്തം അള്ളാന്റെ പള്ളിയിൽ കയറിയിട്ട് എത്രയോ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമല് ഈ 1 മണിക്കൂറിന്റെ ഇരുത്തമാണ്. കാരണം എവിടെ നിസ്കരിക്കണമെങ്കിലും ആദ്യം ഇൽമ വേണം, എവിടെ ഇബാദത്ത് എടുക്കണമെങ്കിലും ആദ്യം ഇൽമ വേണം. അതുകൊണ്ട് ഇത് ഇൽമിന്റെ തോപ്പാണ്, സ്വർഗത്തിന്റെ തോപ്പാണ്. ഇതിനോട് നല്ല ബഹുമാനം വേണോ? വല്ലാദബ് വേണോ? തോന്നുമ്പോ വരാ, തോന്നുമ്പോ പോവാ, ഇടക്കിടക്ക് ഇങ്ങനെ തുള്ളാ നടക്ക എന്നത് ഇതിനോട് കാണിക്കുന്ന അദബല്ല, അത് അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. ഇരിക്കട്ടെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരവസരം അള്ളാഹിനോട് പറഞ്ഞു, പത്ര പടച്ച റബ്ബേ, എനിക്ക് 1-ലേറെ ഭാര്യമാരുണ്ട്, 40ഓളം. ആ 40 ഭാര്യമാരുമായിട്ട് ഞാൻ ഇന്ന് ബന്ധപ്പെടും. അങ്ങനെ എനിക്ക് നീ 40ഓളം ആണുമക്കളെ തരും. ആ ആണുമക്കളെ ഞാൻ നല്ല പോലെ കോച്ചിങ് കൊടുത്തിട്ട്, ഗൈഡൻസ് കൊടുത്തിട്ട് അവരെ ഞാൻ എൻ്റെ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റന്മാരാക്കും. എന്തു പറഞ്ഞേ? ഇത് പറയുന്നതിനറിഞ്ഞ ഇൻഷാ അല്ലാഹ് എന്നതിൻ്റെ പവർ ബാല്യക്കാർ കേൾക്കണം. നോക്കളാ, പിന്നെ നോക്കളാ, നീ പോള, നീ വിളില ആളാളാക്കി മതിയല്ല. ഇൻഷാ അല്ലാഹ് ചൊല്ലുള, ഇൻഷാ അല്ലാഹ്. അത് മുന്നേ പോണോ? അതിലാണ് ബർക്കത്ത്. അതിനാണ് ഈ പറയുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരം പറഞ്ഞു, എനിക്ക് കുറെ ഭാര്യമാരുണ്ട്,
ആ ഭാര്യമാരുമായിട്ട് ഞാനിന്ന് സന്തോഷിക്കും, ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെട്ടെങ്കിൽ എനിക്ക് അല്ലാഹു ആ 40 ഭാര്യമാരും, അത് സുലൈമാൻ നബിക്ക് അറിയും, കാരണം അത് നബിയാണ്, ഞങ്ങളെ പുറത്തെ ലാട്ടുപോട്ട് മമ്മഞ്ഞല്ല. അങ്ങനെ ഉസ്താദ് അതന്നല്ലേ നീയും ആ മഹാനായിട്ട് വ്യത്യാസം. നീ അറിയുന്നില്ല ചെലുത്താൻ ആരും അറിയാണ്ടാന്നാ നിന്റെ വിചാരം. ഓക്കെ, അതിന് നീയല്ല അയാൾ വലിയ മഹാനാണ്, ലോകമടക്കി ഭരിച്ച ആളാണ്, ഈ ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാണ്, അള്ളാന്റെ മുഖറബായ വലിയ ആളാണ്. ആ മഹാൻ പറഞ്ഞു എനിക്ക് 40ഓളം ഭാര്യമാരുണ്ട്, അവരുമായിട്ട് ഞാൻ ഇന്ന് ബന്ധപ്പെടും. അങ്ങനെ 40ഓളം ആണുമക്കളും ഉണ്ടാവും. അങ്ങനെ ആയിന്ന് കണ്ടെങ്കിൽ, ആണുമക്കളായിന്ന് കണ്ടെങ്കിൽ ഞാൻ ആ മക്കളെ വലുതാക്കി പഠിപ്പിച്ച് വലുതാക്കിയിട്ട് കോച്ചിങ് കൊടുത്തിട്ട് ഗൈഡൻസ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പട്ടാളത്തിൻ്റെ കമാൻഡർമാരാക്കും എന്ന് സുലൈമാൻ നബി പറഞ്ഞു. പറഞ്ഞ പോലെ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്, സ്വഹിയായ ഹദീസാണ്. പറഞ്ഞ പോലെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭാര്യമാരെ സമീപിക്കുന്നു, സരസസല്ലാപത്തിൽ ഏർപ്പെടുന്നു, സുഖിക്കുന്നു, സന്തോഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതാ ഭാര്യമാർ ഗർഭിണികളാവുന്നു. സമയം അങ്ങനെ എത്തിയപ്പോ, പ്രസവിക്കേണ്ട നേരമായപ്പോ എല്ലാ ഭാര്യമാരും പ്രസവിക്കുന്നു. സുലൈമാൻ നബി പറഞ്ഞതുപോലെ, ആഗ്രഹിച്ചതുപോലെ എല്ലാവരുമാണ് മക്കളാണ്. പക്ഷേ ഒന്നിനെ പോലും പട്ടാള കമാൻഡറാക്കുന്നത് പോയിട്ട് ഒരു ലോക്കല് പോലീസ് പോലും ആക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടറിയാ? എല്ലാ മക്കളും അംഗവികലരാണ്. ചില മക്കൾക്ക് കാലില്ല, ചില മക്കൾക്ക് കൈയില്ല, ചില മക്കൾക്ക് കണ്ണില്ല, കണ്ണുള്ള ചില മക്കൾക്ക് കാഴ്ചയില്ല, ചില മക്കൾക്ക് ചുണ്ട് നേരെയില്ല, ചില മക്കൾക്ക് വായി വരുന്നില്ല, ചില മക്കൾക്ക് കൈയുണ്ട്, കാലുണ്ട്, വിരലില്ല, ചില മക്കൾക്ക് 10 വിരലില്ല, പിന്നെ 10 9, ചില മക്കൾക്ക് കാലിലുണ്ട്, കയ്യിലില്ല. ചുരുക്കത്തില് ഇങ്ങനെയുള്ളവനെ പട്ടാളത്തിലെടുക്കാൻ പറ്റുമോ? പട്ടാള ചെല്ലിങ് എന്ത് ക്യാരം ബോർഡ് ചൊട്ടനെയാ? പട്ടാളത്തിലെടുക്കുന്നതിന് ബദാം ജ്യൂസ് കുടിക്കാനാ? പട്ടാളത്തിലെടുക്കുന്ന അല്ലേ? ഇപ്പൊ നോക്കും ഇങ്ങനെല്ലായിട്ട് വന്നെങ്കിൽ ഇയാളെ പട്ടാളത്തിലേക്കല്ല എടുക്കേണ്ടി, STD ബൂത്തിലോണ്ട് ഇരുത്തേണ്ടി വരും. നിങ്ങൾക്ക് തിരിയുന്നില്ല, നിങ്ങൾക്ക് എന്തോ ഒരു സമസ്യയുണ്ട്, ഭയങ്കര ബേജാറിലുള്ള. നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ, ബാക്കിയുള്ളവർ കഴിഞ്ഞില്ല. നിങ്ങൾ എൻ്റെ ഒക്കെ തിരിയില്ല, നിങ്ങൾ വ്യാപ്തി പ്രദേശം എന്തോ ഉറങ്ങിത്തീറാ? അല്ല, കൂടെ റേഞ്ച് കുറച്ച് കുറവുണ്ട് എൻ്റെ മൊബൈലിന്, നിങ്ങൾക്കും ഉണ്ടാകുന്നില്ലേ? അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. ഇത് ഈമാനുള്ളവരോടാണ് ഈ വയൽ, കണ്ടവരോടെല്ലാം മുഴുവനുമല്ല, ട്രോളുന്നവരോടല്ല, ഈമാനില്ലാത്തവരോടല്ല, യുക്തിവാദികളോടല്ല, പുത്തൻവാദികളോടല്ല. അള്ളാന്റെ ദീനനുസരിച്ച്, അവനെ വിശ്വസിച്ച്, അവന്റെ ദീനനുസരിച്ച് ലോകത്ത് ജീവിക്കുകയും അങ്ങനെ മരിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വിശ്വാസികളോടാണ് ഈ ഉപദേശം. എല്ലാവർക്കും ഇത് ബാധകമല്ല. എല്ലാരും വാളെടുക്കണ്ട, ചാടിയിറങ്ങണ്ട. ചുരുക്കത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹം പോലെ എല്ലാ ഭാര്യമാരും പ്രസവിച്ചു, എല്ലാവരുമാണ് മക്കള് തന്നെ. പക്ഷേ മഹാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കിടാവിനെ പോലും പട്ടാള കമാൻഡറാക്കാൻ പറ്റിയില്ല. എല്ലാവരും അംഗവികലന്മാരാണ്. സുലൈമാൻ നബിന്റെ എല്ലാ മക്കളും അങ്ങനെ എന്നല്ല, ഈ പറഞ്ഞ പിന്നുണ്ടായ 40 ആൾ അങ്ങനെ. തിരിഞ്ഞാനിക്ക് കൈയുള്ളവന് കാലില്ല, കാലുള്ളവന് കൈയില്ല, രണ്ടുള്ളവന് വിരലില്ല. ആകെ ബേജാറായി. ഇതിപ്പോ കിടാവായിന്ന് കണ്ടെങ്കിൽ ഞാൻ LKG കൂട്ടും, UKG കൂട്ടും, അല്ലെങ്കിൽ കണ്ടക്ടറാക്കും നല്ല പറഞ്ഞില്ല, പട്ടാളത്തിൽ ചേർക്കുന്നാണ്. അപ്പൊ അതിനെ കുറച്ചെല്ലാം വേണ്ടേ, റെഡിക്ക് റെഡി വേണ്ടേ? പട്ടാളത്തിലേക്ക് എങ്ങനെയും പോയെങ്കിലും ആവാം. അത് മിക്കിറ്റ് പോകട്ടെ യാതൊന്നും അല്ല, പട്ടാളം ചെല്ലെങ്കിൽ അവിടെ നല്ല കടുസിൽ പോകണം. അതിന് നല്ല ഇതെല്ലാം പോകണം, താക്കത്തും കാര്യവും. ഇത് വിരലും ഇല്ല, കയ്യും ഇല്ല, കാളും ഇല്ല, കണ്ണും ഇല്ല, മൂക്കും ഇല്ല, മുണ്ടാനറിഞ്ഞില്ല, നോക്കാനറിഞ്ഞില്ല. ഇയാൾക്ക് പട്ടാളം. സുലൈമാൻ നബി അലൈഹി സ്വലാം ആകെ ബേജാറായി. എന്നിട്ടതാ മുത്തുനബി തങ്ങൾ പറയുകയാ, ഹബീബായ നബി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ച് പറയുകയാ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് തീരാ ദുഃഖത്തിലാഴ്ത്തിയിട്ടുള്ള ഈ ഒരവസ്ഥ മക്കളെ ഈ കോലത്തിലല്ല കൊടുക്കാൻ കാരണം എന്തറിയാ? പണ്ട് പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല.
അതിൻ്റെ ഫലമാണ് ഖാല റസൂലുള്ളാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല സുലൈമാൻ നബി, എനിക്ക് 40 ഭാര്യമാരുണ്ട്, ഞാൻ ചന്തത്തിലവിടെ പോവും, എനിക്ക് മക്കാവും ആണുമക്കായി എന്ന് കണ്ടെങ്കിൽ ഫസ്റ്റ് സിറിലക്കും ബോൺ വിട്ടാവും അതിതെല്ലാം കൊടുത്തിട്ട് വലുതാക്കിയിട്ട് പിന്നെ ഞാൻ പട്ടാളത്തിലേക്ക് കയറ്റും ചെല്ലിട്ട് മുണ്ടാണ്ടിരുന്നവോ ഇൻഷാ അല്ലാഹ് ചൊല്ലിയില്ല. അതിൻ്റെ മിസ്റ്റേക്കാണ് ഇന്നല്ല കാണിച്ചത്. എന്നിട്ടതാ നബിയോട് അല്ലാഹ് പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദൻ ഇല്ലാ യശാ. നബിയേ, നാളെ ഞാനൊരു കാര്യം ചെയ്യാം, നാളെ ഞാനൊരു കാര്യം പറയാ, നാളെ നോക്കാ, നാളെ വരാ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് കൂട്ടാതെ പറയല്ല നബിയേ, പറഞ്ഞിരണ്ട നബിയേ, ഇൻഷാ അല്ലാഹ് മറക്കണ്ട നബിയേ. കാരണം അല്ല വിചാരിച്ചെങ്കിലല്ലാതെ ലോകത്ത് നിങ്ങളൊരു ബരളിൻ്റെ തലപ്പ് പോലും അതിൻ്റെ കൊടി പോലും നിങ്ങൾക്ക് അനക്കാൻ കഴിയില്ല നബിയേ. ഇങ്ങനെ ആക്കണമെങ്കിൽ പോലും അല്ല വിചാരിക്കണം നബിയേ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. എത്ര വലിയൊരു പാഠമായത്! ഇത് ചെറിയൊരു കാര്യമാണോ? ഞങ്ങൾക്കതൊരു സിമ്പിളാണ് അല്ലേ അല്ലേ ഞങ്ങൾക്കിപ്പോൾ അതൊരു സിമ്പിളാണ്. സലാം പറയുന്നതൊരു സിമ്പിള്, വേണ വേണ്ടേ, ഇൻഷാ അല്ലാഹ് ഒരു സിമ്പിള്, മാഷാ അല്ലാഹ് ഒരു സിമ്പിള്. ഞമ്മെല്ലാം സിമ്പിളായിട്ട് കണ്ടോ?